ഹലോ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ദ സ്റ്റോൺ സൂപ്പ് എന്ന് പറയുന്ന സ്റ്റോറിയാണ് കേട്ടോ മക്കളെ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ചാപ്റ്ററും നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ദ സ്റ്റോൺ സൂപ്പ്, ദ ജേർണി. It was a hot and sunny day. A young traveler reached a village. He was exhausted and hungry. The streets were empty. Every window and door was locked. The village seemed an unfriendly place. The journey എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര അല്ലേ. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. നല്ല ചൂടുള്ള ഒരു ദിവസം, ഒരു സണ്ണി ഡേ. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സഞ്ചാരി എവിടെ എത്തി? ഒരു ഗ്രാമത്തിൽ എത്തി. ഹി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. ആൾക്ക് വളരെയധികം വിശപ്പുണ്ടായിരുന്നു. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്. അപ്പോൾ വിശപ്പ് കൊണ്ട് വളരെയധികം തളർന്നിട്ടുണ്ടായിരുന്നു ആര്? നമ്മുടെ യങ് ട്രാവലർ. ദ സ്ട്രീറ്റ്സ് വേർ എംപ്റ്റി. ആ സ്ട്രീറ്റ്സ് ആണെങ്കിൽ എംപ്റ്റി ആണ്, അവിടെ ആരും കാണുന്നില്ല. എവ്രി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. എല്ലാ ജനലും വാതിലും ഒക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ദ വില്ലേജ് സീംഡ് ആൻഡ് അൺഫ്രണ്ട്ലി പ്ലേസ്. കണ്ടാൽ തന്നെ അറിയാം ആ വില്ലേജ് ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസ് ആണെന്ന്. ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ആൾക്ക് മനസ്സിലായി, ഇവിടെ ഇതത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല, ഇതെന്താണ്, ഈ ഒരു വില്ലേജ് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസ് ആണ് എന്ന് നമ്മുടെ ട്രാവലർക്ക് മനസ്സിലായി. ദ ഹോപ്പ്. വാട്ട് യു മീൻ ഹോപ്പ്? ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഹോപ്പിൻ്റെ മീനിങ് പ്രതീക്ഷ എന്നാണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ്. ഹി നോക്ക്ഡ് അറ്റ് ദി ഡോർ. ആൻ ഓൾഡ് വുമൺ പീക്ക്ഡ് ഔട്ട് ആൻഡ് ഓപ്പൺ ദി ഡോർ. ഹു ആർ യു? ഷി ആസ്ക്ഡ്. ഐ എം എ ട്രാവലർ ആൻഡ് ഐ എം വെരി ഹംഗ്രി, ഹി സെയ്ഡ്. കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്? ഹൂ, വി ആർ all very poor, the woman said. We don't have enough food for ourselves. And she closed the door. ഹോപ്പ് മീൻസ് പ്രതീക്ഷ. അപ്പോൾ ആളൊരു പ്രതീക്ഷയോടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ലാസ്റ്റ് ആളെ എന്ത് കണ്ടു? അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ്. ആളൊരു ചെറിയൊരു കോട്ടേജ്, അവിടെ പിക്ചർ കാണുന്നില്ലേ, കണ്ടോ? അതാണ് കോട്ടേജ്. അപ്പോൾ ആ ഒരു സ്മോൾ കോട്ടേജിൻ്റെ അവിടെ എത്തി നമ്മുടെ യങ് ട്രാവലർ. ദെൻ ഹി നോക്ക്ഡ് അറ്റ് ദി ഡോർ. എന്നിട്ട് ആൾ വാതിലിൽ പോയിട്ട് തട്ടി. ആൻഡ് ഓൾഡ് വുമൺ പീക്ക്ഡ് ഔട്ട് ആൻഡ് ഓപ്പൺ ദി ഡോർ. ഒരു വളരെ ഓൾഡ് വുമൺ എന്ന് പറഞ്ഞാൽ വളരെ വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് ആ ഡോറ് തുറന്നു. എന്നിട്ട് ആ യങ് ട്രാവലറിനോട് ചോദിക്കുകയാണ്, ഹു ആർ യു? നിങ്ങൾ ആരാണ്? ഷി ആസ്ക്ഡ്, ചോദിച്ചു കേട്ടോ. അപ്പോൾ ട്രാവലർ പറഞ്ഞു, ഐ ആം എ ട്രാവലർ, ഞാൻ ട്രാവലറാണ്. ഐ ആം വെരി ഹംഗ്രി, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് ആ ട്രാവലർ മറുപടി പറഞ്ഞു. കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്? എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? ഹൂ, വി ആർ ഓൾ വെരി പുവർ, ദ വുമൺ സെയ്ഡ്. ഞങ്ങളൊക്കെ വളരെ പാവപ്പെട്ടവരാണ്. ആര് പറഞ്ഞു? വുമൺ പറഞ്ഞു. വി ഡോണ്ട് ഹാവ് എനഫ് ഫുഡ് ഫോർ അവർ സെൽഫ്സ്. ഞങ്ങൾക്ക് കഴിക്കാൻ പോലും ഇവിടെ ഫുഡില്ല. ഇത്രയും പറഞ്ഞിട്ട് ആ വുമൺ എന്ത് ചെയ്തു? ക്ലോസ്ഡ് ദി ഡോർ, വാതിലടച്ചു. ദ സൂപ്പ് സ്റ്റോൺ. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? കല്ല് അല്ലേ. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താ? ദ സ്റ്റോൺ സൂപ്പ് എന്നാണ്. അപ്പോൾ ദ സൂപ്പ് സ്റ്റോൺ. ദ ട്രാവലർ പിക്ക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് എഗൈൻ. അപ്പോൾ ട്രാവലർ ഒന്നിരുന്ന് ആലോചിച്ചു കേട്ടോ. എന്നിട്ട് ആളുടെ കയ്യിലുള്ള ബാഗിൽ നിന്ന് ആൾ എന്ത് ചെയ്തു? ഒരു വട്ടത്തിലുള്ള ഒരു കല്ല്, ഒരു സ്റ്റോൺ പുറത്തെടുത്തു. എന്നിട്ട് വീണ്ടും ആ വൃദ്ധയുടെ, ആ സ്ത്രീയുടെ വാതിലിൽ വീണ്ടും ആര് നോക്ക് ചെയ്തു? ട്രാവലർ നോക്ക് ചെയ്തു കേട്ടോ. ദ ഓൾഡ് വുമൺ ഓപ്പൺ ദി ഡോർ. അപ്പോൾ ആ സ്ത്രീ വീണ്ടും വാതിൽ തുറന്നു. വാട്ട് നൗ? ഷി ആസ്ക്ഡ് ഫീലിംഗ് ഇറിറ്റേറ്റഡ്. അപ്പോൾ അവർക്കത് ഇഷ്ടമായില്ല കേട്ടോ. ഒരു വട്ടം ഫുഡില്ല എന്ന് പറഞ്ഞ് വാതിലടച്ചതാണ്. പിന്നെ ഇയാൾ അതുമ്മ തട്ടിയപ്പോൾ ആ വുമണിന് ഇഷ്ടമായില്ല. കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് തന്നെ അവർ ചോദിച്ചു, എന്താണ് വീണ്ടും, എന്താണിപ്പോൾ എന്നുള്ളൊരു അർത്ഥത്തിൽ വീണ്ടും ചോദിച്ചു. ഐ ആം ഗോയിങ് ടു മേക്ക് എ സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ അനൗൺസ്ഡ്. അപ്പോൾ ട്രാവലർ പറഞ്ഞു, ഞാൻ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഡെലീഷ്യസ്. അത് വളരെ ഡെലീഷ്യസ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വളരെ രുചികരമായിരിക്കും. ദ സ്റ്റോൺ സൂപ്പ്, ദ വുമൺ ഗിക്കിൾ. അപ്പോൾ അവരൊന്ന് അതിശയത്തോടു കൂടി ചോദിച്ചു, സ്റ്റോൺ സൂപ്പോ?
ഹൗ ക്യാൻ യു മേക്ക് സ്റ്റോൺ ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? എങ്ങനെയാണ് സ്റ്റോൺ വെച്ച് സൂപ്പ് ഉണ്ടാക്കുക? ആ സ്ത്രീ ചോദിച്ചു കേട്ടോ. അപ്പോൾ ട്രാവലർ പറയാണ്, ഓ യെസ് ഐ ക്യാൻ, എനിക്ക് കഴിയും സൂപ്പ് ഉണ്ടാക്കാൻ. ദ ട്രാവലർ സേഡ്. ഹി ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. വളരെ കോൺഫിഡൻറ്റോടെയാണ് കേട്ടോ അയാളത് പറഞ്ഞത്, എനിക്കിത് വെച്ചിട്ട് സ്റ്റോൺ വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ദ വുമൺ ലെറ്റ് ഹിം ഇൻ. അപ്പോൾ വുമണിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. ദ ഡെലീഷ്യസ് ഡിഷ്. ഡെലീഷ്യസ്, വാട്ട് യു മീൻ ഡെലീഷ്യസ്? യെസ്, ഡെലീഷ്യസ് മീൻസ് വളരെ രുചികരമായിട്ടുള്ള. ഓക്കെ. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ, പുട്ട് ഇറ്റ് ഓൺ ദി ഫയർ, സേഡ് ദ യങ് ട്രാവലർ. അപ്പോൾ ട്രാവലർ പറഞ്ഞു, ഇത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരണം, അതുപോലെ ഫയർ, വിറകും വേണം, എന്നാലാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ദ ഓൾഡ് വുമൺ ഡിഡ് സോ. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ. സൂൺ ദി വാട്ടർ ബിഗാൻ ടു ബബിൾ. അപ്പോൾ ആ സ്ത്രീ ഇയാൾ പറഞ്ഞ പോലെ, ട്രാവലർ പറഞ്ഞ പോലെ തന്നെ ഒരു പോട്ട് കൊണ്ടുവന്നു, അതിൽ വെള്ളം, പോട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു, ഫയർ കൊണ്ട് വന്ന് കൊടുത്തു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങി. ദ ട്രാവലർ വാഷ്ഡ് ദ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദി പോട്ട്. ആ സ്റ്റോൺ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ട്രാവലർ ആ പോട്ടിലേക്ക് ഇട്ടു. ഹി സ്റ്റെയർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. എന്നിട്ട് ഈ സൂപ്പ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ അത് ഇളക്കിക്കൊണ്ടിരിക്കും. സ്റ്റെയർഡ് മീൻസ് ഇളക്കുക കേട്ടോ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രാവലർ. ആസ് ഹി സ്റ്റെയർഡ് ഹി ഹമ്മഡ് എ ലിറ്റിൽ ട്യൂൺ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കുന്നതിൻ്റെ ഒപ്പം ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ട്യൂണിൽ ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒരു മൂളുന്നുണ്ട് കേട്ടോ. ചെറിയ സൗണ്ടിൽ ഇങ്ങനെ എന്തൊക്കെയോ മൂളുന്നുണ്ട്. ദെൻ ഹി ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സേഡ്. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് ആൾ പറയാണ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബട്ട് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ബട്ടറും ഇട്ടാൽ കുറച്ചും കൂടി മേക്ക് ഇറ്റ് ബെറ്റർ, കുറച്ചും കൂടി നന്നാവും എന്ന് പറഞ്ഞു ആര്, നമ്മുടെ ട്രാവലർ. The old woman had some salt and butter, so she added them to the pot. എന്നിട്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഓൾഡ് വുമൺ എന്ത് ചെയ്തു, ഓൾഡ് വുമൺ സോൾട്ടും ബട്ടറും കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് അതിലോട്ട് ആഡ് ചെയ്തു, പോട്ടിലോട്ട് ആഡ് ചെയ്തു. The ingredients. Is the soup ready? Asked the old woman. ഓൾഡ് വുമൺ ചോദിച്ചു, സൂപ്പ് റെഡിയായോ ഇപ്പോൾ? ഓ നോ യെറ്റ്, said the young traveler. യങ് ട്രാവലർ പറഞ്ഞു, ഇല്ല റെഡി ആയിട്ടില്ല. It is delicious and fulfilling. It is as tasty as you could ever imagine. But an onion or two would make it tastier. ഇത് വളരെ, ഈ ഒരു സൂപ്പ് റെഡി ആയിക്കഴിഞ്ഞാൽ വളരെ ഡെലീഷ്യസ് ആയിരിക്കും, വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കുറച്ചും കൂടി ടേസ്റ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് ഒരു ഒനിയണൊക്കെ എടുത്തിട്ട് ഒന്നിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും എന്ന് പറഞ്ഞു. The old woman sliced some onions and added them into the pot with the soup stone. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഓൾഡ് വുമൺ എന്ത് ചെയ്തു, ഒനിയൻ എടുത്ത് സ്ലൈസ് ചെയ്തു. എന്നിട്ട് ഈ പോട്ടിലോട്ട് ഒനിയൻ ആഡ് ചെയ്തു. The aroma spread out through the window, drawing the attention of a neighbor. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് അവിടെയൊക്കെ സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി. വാട്ട് ആർ യു കുക്കിംഗ്? ഹി ആസ്ക്ഡ്. അപ്പോൾ ഇത് കേട്ട് ഈ സ്മെല്ലിങ്ങനെ അടിച്ചിട്ട് നൈബേഴ്സ് ഓരോരുത്തരായിട്ട് വരികയാണ്. എന്നിട്ട് ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവിടെ കുക്ക് ചെയ്യുന്നത്? സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സേഡ്. അപ്പോൾ ട്രാവലർ പറഞ്ഞു, സ്റ്റോൺ സൂപ്പാണ്. സ്റ്റോൺ സൂപ്പോ? ഐ ഹാഡ് നെവർ ഹിയർഡ് ഓഫ് സച്ച് എ തിങ്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടേ ഇല്ലല്ലോ. സേഡ് ദ വില്ലേജർ പറഞ്ഞു കേട്ടോ. യെസ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. യെസ്, ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സൂപ്പാണ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? ദ ട്രാവലർ ആസ്ക്ഡ്. നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. യെസ്, ഐ ഹാവ് സം ടർണിപ്സ് ആൻഡ് ബീൻസ്. വേണം, എൻ്റെ കയ്യിൽ കുറച്ച് ടർണിപ്സും ബീൻസും ഉണ്ട്. ഈ ടർണിപ്പ് ബീൻസ് എന്നൊക്കെ പറയുന്നത് വെജിറ്റബിൾസ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ടർണിപ്പും ബീൻസും ഉണ്ട് എന്ന് പറഞ്ഞു. ആര്? ദ നൈബർ റിപ്ലൈഡ്. ഹി റാൻ ഹോം, ബ്രോഡ് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്. എന്നിട്ട് വീട്ടിലോട്ട് ഓടിപ്പോയി ഈ ടർണിപ്പും ബീൻസും എടുത്ത് വന്ന് ആ പോട്ടിലോട്ട് നൈബർ ആഡ് ചെയ്തു. ദ ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് ഒരു ആകാംക്ഷ അല്ലേ? യെസ്, ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ്
talking about the strange dish stone soup. One by one they followed the delicious aroma. ഓരോരുത്തരും ഇതിൻ്റെ സ്മെല്ല് അടിച്ചടിച്ച് ഇങ്ങനെ അവിടേക്ക് വരാനായിട്ട് തുടങ്ങി വില്ലേജേഴ്സ്. ഇസ് ദ സൂപ്പ് റെഡി ആസ്ക്ഡ് ദ വില്ലേജേഴ്സ്. അപ്പോൾ വില്ലേജേഴ്സിനൊക്കെ ഇതിന് കഴിക്കാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, കഴിക്കാനുള്ള ഒരു ഇതുകൊണ്ടേ അവർ ചോദിക്കുകയാണ് വന്നിട്ട്, സൂപ്പ് റെഡിയായോ സൂപ്പ് റെഡിയായോ എന്ന് ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യങ് ട്രാവലർ പറയാണ്, ഓ നോ നോ യെറ്റ്, ഇല്ല എന്ന് ആര് പറഞ്ഞു? സെയ്ഡ് ദ യങ് ട്രാവലർ. ദിസ് സോപ്പ് ഈസ് ഗുഡ്. ഈ സോപ്പ് വളരെ നല്ലതാണ്. ബട്ട് എ ക്യാരറ്റ് ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ്. കുറച്ച് ക്യാരറ്റും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയർ ആവും എന്ന് പറഞ്ഞു കേട്ടോ. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ സെയ്ഡ് ദി യങ് ലേഡി. അപ്പോൾ ഒരു യങ് ലേഡി പറയാണ്, ഞാൻ പോയിട്ട് ക്യാരറ്റ് പറിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. She pulled out some fresh carrots from her garden and brought it back to the old woman's house. അവരെന്ത് ചെയ്തു? അവരുടെ വീട്ടിൽ പോയി ഗാർഡനിലുള്ള ക്യാരറ്റൊക്കെ നല്ല ഫ്രഷ് ക്യാരറ്റാണ്, അതൊക്കെ പുള്ളി ചെയ്തിട്ട് അതൊക്കെ പറിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഓൾഡ് വുമൻ്റെ വീട്ടിലോട്ട് വന്നു. ആ പിക്ചർ കണ്ടോ? ആ യങ് ലേഡി പോയിട്ട് ക്യാരറ്റ് പറിക്കുകയാണ് അവരുടെ ഗാർഡനിൽ നിന്ന് കേട്ടോ. ആ പിക്ചർ അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓൾഡ് വുമൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദി സൂപ്പ്. നന്നായി ക്യാരറ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്തു, അരിഞ്ഞതിന് ശേഷം ആ സൂപ്പിലോട്ട് ആഡ് ചെയ്തു. ദ ട്രാവലർ സ്റ്റിയർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അപ്പോൾ ട്രാവലർ ഇങ്ങനെ സൂപ്പ് സ്റ്റിയേർഡ് ഇങ്ങനെ ഇളക്കാനായിട്ട് ഇങ്ങനെ വട്ടത്തിൽ റൗണ്ട് ആൻഡ് റൗണ്ടിൽ ഇങ്ങനെ ഇളക്കാനായിട്ട് തുടങ്ങി. ആസ് ഹീ സ്റ്റിയേർഡ് ഹി അമ്മഡ് എ ലിറ്റിൽ ട്യൂൺ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ട്രാവലർ ഒരു ചെറിയ മൂളിപ്പാട്ടും പാടുന്നുണ്ട്. The happiness. Is this soup ready? Asked another villager. വേറൊരു വില്ലേജർ ചോദിച്ചു കേട്ടോ, സൂപ്പ് റെഡി ആയോ? ഓ നോ നോ യെറ്റ്, ഇല്ല said the young traveler. This soup is delicious but chicken would make it taste even better. ഈ സൂപ്പ് വളരെ ഡെലീഷ്യസ് ആണ്, എന്നാലും കുറച്ച് ചിക്കനും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. Hearing this, an old farmer went to his house and brought a chicken. ഇത് കേട്ടതും ആ ഒരു ഫാമർ ആളുടെ വീട്ടിൽ പോയിട്ട് ചിക്കൻ കൊണ്ടുവന്നു. The old woman and the traveler cut the chicken and put into the pot along with the carrots, the onions and the soup stone. ഓക്കെ, അപ്പോൾ ഈ ചിക്കൻ ഓൾഡ് വുമൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ട്രാവലറും ആ ഓൾഡ് വുമണും കൂടിയിട്ട് ആ ചിക്കൻ നന്നായി കഴുകി അതിന് ശേഷം ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്ത് ക്യാരറ്റ്സും ഒക്കെ കൂടി ചേർത്തിട്ട് ഈ സൂപ്പിലോട്ട് ഇട്ടു. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾഡ് സ്പൈസസ് ഇൻ ടു ദ പോട്ട്. കുറച്ച് സ്പൈസസ് ഒക്കെ അതിലോട്ട് ഇട്ടു, ഇങ്ങനെ വെതറി സൂപ്പിലോട്ട്. ഹി സ്റ്റിയേർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. വീണ്ടും ഈ സൂപ്പ് ഇങ്ങനെ റൗണ്ട് ആൻഡ് റൗണ്ടിൽ ഇളക്കാൻ തുടങ്ങി. ആസ് ഹി സ്റ്റിയേർഡ് ഹി ഹമ്മഡ് എ ലിറ്റിൽ ട്യൂൺ. ചെറിയൊരു ട്യൂണും അത് ചെറിയ രീതിയിൽ മൂളിപ്പാട്ട് പാടിയിട്ടാണ് കേട്ടോ ഈ സൂപ്പ് ഇങ്ങനെ സ്റ്റിയർ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ ഇപ്പോൾ സൂപ്പിലിട്ടു? ഫസ്റ്റ് നമ്മൾ സ്റ്റോൺ ഇട്ടു, പിന്നെ ഒനിയൻ ഇട്ടു, പിന്നെ ക്യാരറ്റ് ഇട്ടു, ചിക്കൻ ഇട്ടു, പിന്നെ കുറച്ച് സ്പൈസസും ഇട്ടു. ദ ടേസ്റ്റി സൂപ്പ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ വില്ലേജേഴ്സിനാണെങ്കിൽ ക്ഷമയില്ല, അവർ ഈ സൂപ്പ് കുടിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. എന്നിട്ട് അവർ വീണ്ടും വന്ന് ചോദിച്ചു, ഈസ് ദി സൂപ്പ് റെഡി? സൂപ്പ് റെഡിയായോ? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റസ് ഗുഡ്. നല്ല സ്മെല്ലുണ്ട്, അപ്പോൾ ഇത് എന്തായാലും നല്ല ടേസ്റ്റും ഉണ്ടാവും എന്നിങ്ങനെ അവർ പറയാണ്. സെയ്ഡ് ദ യങ് ട്രാവലർ ലിക്കിങ് ഹെർ സ്ലിപ്സ്. അപ്പോൾ ഇങ്ങനെ യങ് ട്രാവലറാണ് കേട്ടോ പറയുന്നത് ഇതിങ്ങനെ. നൗ ദ സൂപ്പ് ഈസ് റെഡി ടു സെർവ് ഹി അനൗൺസ്ഡ്. അപ്പോൾ ട്രാവലർ പറഞ്ഞു, യെസ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്, നമുക്കിനിത് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓൾഡ് വുമൺ ഹറി ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. ഇത് കേട്ടതും ഓൾഡ് വുമൺ കുറച്ച് ബൗൾസൊക്കെ ആയിട്ട് വന്നു. ദ യങ് ട്രാവലർ ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദി പോട്ട്, ക്ലീൻ ഇറ്റ് ആൻഡ് പുട്ട് ഇൻ ടു ഹിസ്. അപ്പോൾ അത് ആ സ്റ്റോൺ ഇട്ടൂലോ ആ പോട്ടിലേക്ക് നമ്മുടെ ട്രാവലർ, സൂപ്പിന്ന് ആ സ്റ്റോൺ എന്ത് ചെയ്തു? എടുത്തിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ആളുടെ പോക്കറ്റിൽ തന്നെ ഇട്ടു കേട്ടോ. എന്നിട്ട് ഓരോ ബൗൾസ് ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ട്രാവലർ എന്ത് ചെയ്തു? സൂപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ദ വില്ലേജേഴ്സ് ടേസ്റ്റഡ് ദ സൂപ്പ് ആൻഡ് എക്സ്ക്ലെയിംഡ്. വില്ലേജേഴ്സൊക്കെ ആ സൂപ്പ് കഴിച്ചിട്ട് ഇങ്ങനെ അതിശയപ്പെട്ടു, എക്സ്ക്ലെയിംഡ്. ആ ഒരു സൂപ്പ് കൊടുക്കുന്ന സെർവ് ചെയ്യുന്ന പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്ത് കണ്ടോ? ടേബിളിൽ കുറേ ബൗൾ കൊണ്ടുവന്ന് വെച്ചു, അതിലോട്ട് വില്ലേജർ ഇങ്ങനെ സൂപ്പ് സെർവ് ചെയ്യുന്നതാണ് അവിടെ കാണുന്നത്. ദ റിയലൈസേഷൻ. വി വുഡ് ഓൾസോ ലൈക്ക് ടു മേക്ക് ദിസ് സൂപ്പ്. Where can we get such a magic stone? asked a villager. ഇത്രയും നല്ലൊരു സൂപ്പ് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് എന്ത് മാജിക് സ്റ്റോൺ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്
എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു മാജിക് സ്റ്റോൺ, ഈ കല്ല് കിട്ടുക എന്നൊരു വില്ലേജർ ചോദിച്ചു. അപ്പോൾ ദ ട്രാവലേഴ്സ് സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് സെഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ട്രാവലർ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ആ ഒരു സ്റ്റോൺ എടുത്തിട്ട് പറഞ്ഞു, ലുക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. ഇതൊരു സാധാ കല്ലാണ്. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് ബിക്കോസ് ഓഫ് ഓൾ ദ യമ്മി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. ഈ സൂപ്പ് ഇത്രമാത്രം ടേസ്റ്റ് ആവാനുള്ള കാരണം നിങ്ങളെല്ലാവരും ചേർത്ത യമ്മി വെജിറ്റബിൾസും ചിക്കനുമാണ്. ദ വില്ലേജേഴ്സ് വർ സർപ്രൈസ്ഡ്. അപ്പോൾ വില്ലേജേഴ്സിനൊക്കെ വളരെ അതിശയായി. ദ മേക്കിംഗ് ഓഫ് ദി സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗെദർ. ഫ്രം ദാറ്റ് ഡേ ഓൺ വാസ് ദേ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അപ്പോൾ ഈ യങ് ട്രാവലർ ആ ഒരു വില്ലേജിലേക്ക് വരുമ്പോൾ ആ വില്ലേജ് എങ്ങനെയായിരുന്നു? അൺഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. പരസ്പരം വില്ലേജേഴ്സ് ഒന്നും ഷെയർ ചെയ്യില്ല, ഒന്നും കൊടുക്കില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം വില്ലേജേഴ്സൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവർ പരസ്പരം ഷെയർ ചെയ്യാനും അങ്ങനെ പരസ്പരം ഒരു വളരെ സന്തോഷത്തോടു കൂടി അവർ പരസ്പരം മനസ്സിലാക്കിയിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ വില്ലേജേഴ്സ് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു പ്ലേസ് എങ്ങനെയായിട്ട് മാറി? ഫ്രണ്ട്ലി പ്ലേസ് ആയിട്ട് മാറി. അപ്പോൾ ഈ ട്രാവലർ ശരിക്കും ഒരു ഐഡിയ ചെയ്തതാണ് അല്ലേ? വെറുതെ ഒരു കല്ലിട്ടു അതിലേക്ക്, എന്നിട്ട് ആ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഈ വില്ലേജേഴ്സ് ഓരോരുത്തരും ഓരോന്ന് ആഡ് ചെയ്തു. അപ്പോൾ വില്ലേജേഴ്സിന് മനസ്സിലായി, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സംഭവങ്ങൾ ചെയ്യാൻ പറ്റും, എല്ലാവരും കൂടി കൂട്ടായിട്ട് പ്രവർത്തിച്ചാൽ എന്ന് വില്ലേജേഴ്സിന് മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ അതായത് എന്ത് ചെയ്യണം? നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണം. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് പരസ്പരം ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്